അത്ഭുതകരമായ 4 സൂറത്തുകൾ നമുക്ക് പഠിച്ചാലോ? എന്താണ് ഇതിന്റെ പ്രത്യേകത? ആരെങ്കിലും എന്തെങ്കിലും കാര്യം മനസ്സിൽ ഉദ്ദേശിച്ച് പറഞ്ഞിട്ടുണ്ടോ, ചെയ്തിട്ടുണ്ടോ? ആ കാര്യം നടന്നു കഴിഞ്ഞു എന്ന് മഹാന്മാർ പഠിപ്പിച്ചു തന്ന വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഓതി തീർക്കാൻ പറ്റുന്ന കുറഞ്ഞ പേജുകൾ മാത്രമുള്ള ഈ ചെറിയ സൂറത്തുകൾ ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് പഠിക്കാം, ജീവിതത്തിൽ പതിവാക്കാം. എത്ര നാളായി ആഗ്രഹിക്കുകയാണ് പുണ്യഭൂമിയിലൊന്ന് പോകണം, ആ മക്കത്തും മദീനത്തും ഒന്ന് പോകണമെന്ന്. ഒരുപാട് ആളുകൾ എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന ഓരോരുത്തർക്കും കൽബിൽ മുറാദുണ്ടാകും, ഒരു തവണയെങ്കിലും ഹജ്ജ് ചെയ്യാൻ പോകണമെന്ന്, അല്ലെ ഒരു ഉംറയ്ക്കെങ്കിലും പോകണമെന്ന്. അടുത്ത കൊല്ലം ഹജ്ജ് ചെയ്യാൻ അവസരം കിട്ടണം, അടുത്ത കൊല്ലം ഹജ്ജ് ചെയ്യാൻ അവസരം കിട്ടണം. എന്നാൽ ഈ സൂറത്ത് മുടങ്ങാതെ നിങ്ങൾ ഓതിക്കോളി, അടുത്ത കൊല്ലത്തെ ഹജ്ജിന് നിങ്ങൾ പുണ്യ മക്കത്തുണ്ടാകും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വീഡിയോ മുഴുവനായി കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഈ വലിയ അവസരം പാഴാക്കാതിരിക്കുക. അള്ളാഹു നമ്മയൊക്കെ ആ പുണ്യഭൂമിയിൽ എത്തിച്ചേരുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അഊദു ബികലിമാത്തില്ലാഹി തഅമ്മാതി മിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ. അല്ലാഹു നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ കബൂലാക്കട്ടെ. വന്നുപോയ മുഴുവൻ അപാകതകളും വീഴ്ചകളും അല്ലാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ. ഒരുപാട് മുഅ്മിനീങ്ങൾ പല പ്രയാസങ്ങളും പറഞ്ഞ് ദുആരക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. പല ആളുകളുടെയും കമൻറ്റുകൾ കണ്ട് റിപ്ലൈ തരാൻ വൈകുന്നത് സമയക്കുറവ് കൊണ്ടാണ്. എല്ലാവരും ക്ഷമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആ വസിയ്യത്ത് ചെയ്ത മുഴുവൻ മുഅ്മിനീങ്ങൾക്കും അർഹമായ പ്രതിഫലം നൽകി അവരുടെ ഖൽബിൽ എന്താണ് ഉദ്ദേശിച്ചത് അത് അല്ലാഹു സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ഈ ദുആരക്കുന്ന എത്ര വലിയ മോശക്കാരനാണെങ്കിലും ഏതെങ്കിലും ഒരു മുഅ്മിനിന്റെ ആമീൻ കബൂലാക്കിയിട്ട് നമ്മുടെ ദുആ സ്വീകരിച്ചാൽ അതാണ് നമുക്ക് ഏറ്റവും വലുത്. അല്ലാഹു അങ്ങനെയാക്കി തരുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. ഒരുപാട് ആളുകൾ പല ആവശ്യങ്ങളും പറഞ്ഞവരുണ്ട്, പല ഹാജത്തുകൾ പൂർത്തിയാക്കാൻ വേണ്ടി ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ, അതുപോലെ നേരിട്ട് വിളിച്ച് സങ്കടം പറഞ്ഞ ആളുകൾ. ഇൻഷാ അല്ലാഹ് ഇന്ന് ഒരു 4 സൂറത്തുകൾ നമുക്ക് പഠിക്കാം. 4 സൂറത്ത്, അത്ഭുതകരമായ 4 സൂറത്തുകൾ. നമ്മുടെ ആവശ്യങ്ങൾ എന്താണോ അത് പൂർത്തീകരിക്കാൻ ഉതകുന്ന 4 സൂറത്തുകൾ. അതോടൊപ്പം തന്നെ ഈ സൂറത്തിന് ശേഷം, ഓതിയതിന് ശേഷം ദുആ ചെയ്യേണ്ട ഒരു പ്രത്യേക ദുആയും മഹാന്മാർ പഠിപ്പിച്ച ഒരു പ്രത്യേക ദുആയും ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് പഠിക്കാം. അതോടൊപ്പം എന്നോട് ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ ഏൽപ്പിച്ചൊരു വിഷയമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചോദ്യം ചോദിച്ചിരുന്നു, നിങ്ങൾക്ക് ഏറ്റവും പോകാൻ ഇഷ്ടമുള്ള സ്ഥലം ഏതാണ്, നിങ്ങൾക്ക് ഉള്ള ആഗ്രഹം, പോകണമെന്ന ആഗ്രഹമുള്ള സ്ഥലം. അപ്പോൾ ഒരുപാട് ആളുകൾ എന്നല്ല, ആ കൂട്ടത്തിൽ 99% ആളുകളും പറഞ്ഞത് മദീനത്തും മക്കത്തും പോകണമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് അവിടെ എത്തിച്ചേരുമാറാകട്ടെ. ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഹജ്ജിൻ്റെ പോക്ക് എളുപ്പമായി കിട്ടാൻ, അതായത് ഞാൻ ഈ പറയുന്ന സൂറത്ത് മുടങ്ങാതെ നിങ്ങൾ ഓതുകയാണെങ്കിൽ വരുന്ന വർഷം, അടുത്ത വർഷം നിങ്ങൾക്ക് ഹജ്ജിന് പോകാനുള്ള ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്യാൻ, ആ പുണ്യഭൂമിയിലെത്താൻ ഭാഗ്യം നൽകുമാറാകട്ടെ. പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്നവർക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ മുഴുവനായി കേൾക്കാൻ ശ്രമിക്കുക. അല്ലാഹു സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. നമ്മുടെ ആവശ്യങ്ങൾ എന്തു തന്നെയാണെങ്കിലും, എത്ര വലിയ ആവശ്യം ഉണ്ടെങ്കിലും ശരി, നമ്മൾ ദുനിയാവ് ജീവിക്കുമ്പോൾ ആവശ്യങ്ങളില്ലാത്തവരുണ്ടാവില്ല. എല്ലാവർക്കും ആവശ്യമുണ്ട്. ദുനിയാവിൻ്റെ ആവശ്യമുണ്ട്, ഇനി മരണപ്പെട്ടു കഴിഞ്ഞാൽ ആഖിറത്തിലെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് കിട്ടാൻ പരിശുദ്ധ ഖുർആനിലെ 4 അത്ഭുതകരമായ സൂറത്തുകൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. അക്കൂട്ടത്തിൽപ്പെട്ട ചെറിയ സൂറത്തുണ്ട്, വലിയ സൂറത്തുണ്ട്. ചെറുതെന്ന് വെച്ചാൽ തീരെ ചെറുതല്ല, മറിച്ച് നമുക്കറിയാം സൂറത്തുൽ മുൽക്ക് പോലത്തെ വലിപ്പമുള്ള ചെറിയ സൂറത്തുകൾ, അത്തരത്തിലുള്ള സൂറത്തുകളുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ അല്പം കൂടെ വലിയ സൂറത്തുകളുണ്ട്. ഇങ്ങനെ തുടങ്ങി താഴത്തെ ജുസുകളിൽ തന്നെ ഏറ്റവും അവസാനം വരുന്ന ഒരു 5-6 ജുസുകളുടെ ഉള്ളിലുള്ള ഒരു 4 അത്ഭുതകരമായ സൂറത്തുകൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം. സ്ഥിരമായി ഓതാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാട്ടെ. അക്കൂട്ടത്തിൽപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ ഹശ്ർ. സൂറത്തുൽ ഹശ്ർ, നമ്മൾ സൂറത്തുൽ ഹശ്റിലെ അവസാനത്തെ ആയത്തുകളെ പറ്റിയൊക്കെ പറയാറുണ്ട്. ലൗ അൻസൽനാ ഹാദൽ ഖുർആൻ അലാ ജബലിൻ ലറഅയ്തഹു. വലിയ മഹത്വമുള്ള ആയത്താണ്. വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ ഉതകുന്ന ആയത്തുകളാണ് ലൗ അൻസൽനയുടെ ആയത്തുകൾ. അപ്പോൾ ആ ലൗ അൻസൽന എന്ന ആയത്തുകൾ അടങ്ങുന്ന സൂറത്താണ് സൂറത്തുൽ ഹശ്ർ. സൂറത്തുൽ ഹശ്റിന്റെ അവസാനത്തെ ആയത്തുകളാണ്. സൂറത്തുൽ ഹശ്ർ ഒരാൾ ഖലാഉൽ ഹാജത്തിന് വേണ്ടിയിട്ട് ഓതുകയാണ്. അതായത് എന്തെങ്കിലും ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടണമെന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് ഒരാൾ ഓതാൻ ഉദ്ദേശിച്ചു, അവൻ്റെ ആവശ്യം പൂർത്തീകരിച്ച് കിട്ടണം, അവൻ്റെ മകളെ കെട്ടിക്കാൻ അവന് എന്ത് ചെയ്യണം, അതിനുള്ള വഴികളൊക്കെ തുറന്നു കിട്ടണം, അല്ലെങ്കിൽ ഹൈറായ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നിയത്ത് വെച്ചിട്ട്. കഴിഞ്ഞ ദിവസം പല ആളുകളും പല വിഷമങ്ങളും പറയും. സ്ഥലം വിൽക്കാനുള്ളവർ, വീട് വിൽക്കാൻ വെച്ചിട്ട്, അല്ലെങ്കിൽ സ്ഥലം വിൽക്കാൻ വെച്ചിട്ടുണ്ട്, പക്ഷേ പല ആളുകളും അത് മുടക്കുന്നുണ്ട്, നടക്കണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പല ആളുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ പല വിഷമങ്ങളാണല്ലോ, നമുക്ക് കാറ്റഗറികൾ പലതാണല്ലോ. അതുപോലെ ഭർത്താവിന് ജോലി ശരിയാകാൻ, ഭാര്യയുടെ അസുഖങ്ങൾ മാറിക്കിട്ടാൻ, മക്കൾ നന്നാകാൻ, ഇങ്ങനെ തുടങ്ങി പല ആവശ്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഖലാഉൽ ഹാജത്തിന് വേണ്ടിയിട്ടും സൂറത്തുൽ ഹശ്ർ ഓതുകയാണെങ്കിൽ അവൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടുമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നു. സൂറത്തുൽ ഹശ്ർ ഒരാൾ നിയ്യത്ത് വെച്ചിട്ട് ഓതുകയാണെന്ന് എല്ലാ ദിവസവും മുടങ്ങാതെ ഏതെങ്കിലും ഒരു സമയത്ത്, ഇന്ന സമയത്തൊന്നും പറഞ്ഞിട്ടില്ല, മഗ്രിബിന് ശേഷമെങ്കിൽ മഗ്രിബിന് ശേഷം, അതിന് സുബഹിക്ക് ശേഷമാണ് ഓതാൻ പറ്റുന്നതിൽ, അങ്ങനെ എപ്പോഴാണ് നിങ്ങൾക്ക് സമയം കിട്ടുന്നത്, 3-4 പേജ് എന്തേ ഉള്ളൂ സൂറത്തുൽ ഹശ്ർ.
അത് മുടങ്ങാതെ എല്ലാ ദിവസവും ഓതുകയാണെങ്കിൽ അവൻ്റെ ആവശ്യങ്ങൾ അവൻ പോലും അറിയാത്ത മാർഗത്തിലൂടെ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കും. ഹവായിജി എന്നാണ്, ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് സൂറത്തുൽ ഹശ്ർ ആരെങ്കിലും പാരായണം ചെയ്താൽ അവൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കിട്ടും. അതുമാത്രമല്ല തസ്ഹീലുൽ ഉമൂരിൽ അദീമ, അവൻ്റെ വലിയ കാര്യങ്ങളൊക്കെ എളുപ്പമായി കിട്ടും. അവൻ വലിയ പ്രയാസമായി കണ്ടിരുന്ന പല സംഗതികളുണ്ടാവും, ഒരിക്കലും നടക്കൂല എന്ന് പറഞ്ഞിരുന്ന സംഗതികൾ, അല്ലെങ്കിൽ ഇതെന്നെ കൊണ്ട് അസാധ്യമാണ് എന്ന് പറഞ്ഞിരുന്ന സംഗതികൾ. വലിയൊരു കോഴ്സിന് ചേർന്നു, അപ്പോഴാണ് മക്കൾക്ക് തോന്നുന്നത് ഇതെന്നെ കൊണ്ട് പഠിക്കാൻ പറ്റുന്നതല്ല, ഓതിക്കോളി, അവരെ കൊണ്ട് ഓദിച്ചോ, ഇൻഷാ അല്ലാഹ് അത് എളുപ്പമായി കിട്ടും. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമ്മളൊരു ബിസിനസ് തുടങ്ങി, അല്ലെങ്കിൽ ഒരു തൊഴിൽ തുടങ്ങി, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മേഖലകൾ തുടങ്ങി, അത് അവരെ കൊണ്ട് പ്രയാസമാണ് എന്ന് കൽബിൽ തോന്നുന്നുണ്ടോ, അത് എളുപ്പമായി കിട്ടാൻ. ഇനി തോന്നുന്നില്ല എങ്കിലും സംഗതികൾ സ്മൂത്തായി എളുപ്പമായി കിട്ടാൻ സൂറത്തുൽ ഹശ്ർ പതിവാക്കിക്കോളി. മഹാന്മാർ പഠിപ്പിക്കുകയാണ് അത് ലി മുദ്ദത്തി 40 യൗമൻ, 40 ദിവസം ഒരാൾ തുടർച്ചയായിട്ട് ഓതുകയാണ് എങ്കിൽ അവൻ്റെ ഏത് ആവശ്യമാണോ അത് ഇതിനിടയിൽ പൂർത്തീകരിച്ച് കിട്ടുന്നതാണ്. കുല്ല യൗമിൻ മറത്തൻ വാഹിദ, ഓരോ തവണ ഓതിയാൽ മതി. എല്ലാ ദിവസവും ഒരുപാട് തവണ ഒന്നും വേണ്ട, ഓരോ തവണ ഓതിയാൽ മതി. എന്താണോ ആവശ്യപ്പെട്ടത് അതങ്ങോട്ട് അള്ളാഹു നടത്തി കൊടുക്കുന്നു. എന്താണ് അവൻ ഉദ്ദേശിച്ച് കൽബിൽ ഉദ്ദേശിച്ച് ഓതിയത് അത് അള്ളാഹു നടത്തി കൊടുക്കുന്നതാണ്. അതുമാത്രവുമല്ല അവൻ്റെ അമലിനെ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും. അവൻ്റെ അമൽ എന്താണ് അവൻ ഉദ്ദേശിച്ച പ്രവൃത്തി അത് അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും. പെട്ടെന്ന് ചെയ്യാനുള്ള ഒരു അവസരം അള്ളാഹു ഒരുക്കി കൊടുക്കും. അപ്പോൾ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ആ ഒരു കൃത്യത മുടക്കാത്ത രൂപത്തിൽ ഓതാൻ ശ്രമിക്കാം. മുടക്കാത്ത രൂപത്തിൽ. ഇനി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഈ 40 ദിവസത്തിനിടയിൽ മുടങ്ങും, അവർക്ക് മെൻസസ് ആവുന്ന സമയത്ത് തുടങ്ങും. ആ മുടങ്ങുന്ന ദിവസം എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അത് പരിഗണിക്കേണ്ട ആവശ്യമില്ല, അവർക്ക് ബാക്കിയുള്ളത് കണ്ടിന്യൂ ചെയ്തു പോകാം. മനസ്സിലായി? പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ മുടങ്ങാതെ 40 ദിവസം തുടർച്ചയായിട്ട് എന്ത് ചെയ്യാം, ഓതുക. അതാണെന്ത് വൈദാ ഫാതഹു യൗമൻ, ഏതെങ്കിലും ഒരു ദിവസം വിട്ടുപോയി കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ദിവസം എൻ്റെ ഇടയ്ക്ക് എന്ത് ചെയ്തു, നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞു. അപ്പോൾ അത്രയും ശ്രദ്ധയോട് കൂടിയിട്ട് നിങ്ങൾ ചെയ്യണം. നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഫൽയബ്ദ മിൻ ജദീദ്, ആദ്യം തൊട്ട് തുടങ്ങണം. ഇപ്പം എന്ത് ചെയ്തു, 10 ദിവസം കഴിഞ്ഞു, അതിൻ്റെ 11ാമത്തെ ദിവസം മുടങ്ങിപ്പോയി. എന്നാൽ പിറ്റേന്ന് തുടങ്ങുന്നത് എത്രാമത്തെ ദിവസം തൊട്ടായിരിക്കണം, 1ാമത്തെ ദിവസം തൊട്ടാണ് പിന്നെയും തുടങ്ങാം. അതുകൊണ്ട് ഞാൻ സ്ത്രീകളുടെ ആരും എടുത്തു പറഞ്ഞു, അവർക്ക് എന്തായാലും ഇടയ്ക്കൊന്ന് മുടങ്ങും. അപ്പോൾ ആ മുടക്കം അവർ മനഃപൂർവ്വം മുടങ്ങുന്നതല്ല, അത് അവർക്ക് സ്വാഭാവികമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയ ഒരു മുടക്കമാണ്. അതെന്ത് ചെയ്യുക, അതെല്ലാത്തിനും മുടങ്ങുമല്ലോ, നിസ്കാരമാണെങ്കിലും ഖുർആൻ പാരായണമാണെങ്കിലും അതൊക്കെ മുടങ്ങും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാം, അത് കഴിഞ്ഞിട്ടുള്ള ദിവസം തൊട്ട് കൂട്ടിയാൽ മതി. അത് ഇടയ്ക്കുള്ളത് പോയത് പരിഗണിക്കപ്പെടില്ല. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ അത് ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഉലമാക്കൾ എടുത്തു പറഞ്ഞ വിഷയമാണ് ഇത്. മുജറബാത്തിൽപ്പെട്ട അവൻ്റെ കാര്യങ്ങൾ നടത്തി കിട്ടാൻ ഖൈറായ ഒരു വഴിയാണ് സൂറത്തുൽ ഹശ്ർ പാരായണം ചെയ്യുന്നത്. ഒന്നാമത്തെ സൂറത്ത് അതാണ്. ഇനി രണ്ടാമത്തെ സൂറത്ത് കുറച്ചുകൂടെ ചെറിയൊരു സൂറത്താണ് സൂറത്തു നൂഹ്. കേവലം 1.5 പേജ് എന്തോ ഉള്ളൂ സൂറത്തു നൂഹ്. ഈ സൂറത്തു നൂഹ് ഒരാൾ പാരായണം ചെയ്തു, അതും ആവശ്യപൂർത്തീകരണത്തിന് വേണ്ടി. ഞാൻ ഈ ഖലാഉൽ ഹാജത്ത് എന്ന് പറയുന്നത് അറിയും. നമുക്ക് ആവശ്യങ്ങൾ, ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കുള്ള ആവശ്യങ്ങളായിരിക്കില്ല എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന ഓരോരുത്തർക്കുള്ളത്. പല ഉമ്മമാരും എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന അവർക്കുള്ള വിഷമം ചിലപ്പോൾ എന്താ, ഭർത്താവ് സ്നേഹിക്കുന്നില്ല എന്നായിരിക്കാം. അപ്പോൾ ആ സ്നേഹം കിട്ടണം. അല്ലെ മക്കൾ നന്നാകുന്നില്ല എന്നായിരിക്കാം, ആ മക്കൾ നന്നായി കിട്ടണം. അല്ലെ അവരുടെ ജോലി ശരിയാകുന്നില്ല എന്നായിരിക്കും, അവരുടെ ജോലി ശരിയാണ്. ഇനി പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുടുംബപരമായിട്ട് അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവും, കടമുണ്ടാവും, അങ്ങനെ തുടങ്ങി വീടില്ലായ്മ ഉണ്ടാവും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ആവശ്യങ്ങളാണ്, വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങൾ. അപ്പോൾ ഈ കൂട്ടത്തിൽ എണ്ണി പറയണില്ല. ഖലാഉൽ ഹവായിജ്, എന്താണോ അവൻ്റെ ആവശ്യം അത് പൂർത്തീകരിച്ച് കിട്ടാൻ എന്ത് ചെയ്താൽ മതി. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി തങ്ങൾ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, വമൻ ഖറഅഹ സൂറത്തു നൂഹ്, ആരെങ്കിലും സൂറത്തു നൂഹ് പാരായണം ചെയ്താൽ, മൻ ഖറഅ സൂറത്തു നൂഹ്, ആരെങ്കിലും സൂറത്തു നൂഹ് പാരായണം ചെയ്താൽ, എന്നിട്ട് വതലബ ഹാജ, അല്ലാഹുവിനോട് അവൻ്റെ ആവശ്യം ചോദിക്കുകയും ചെയ്തു. അല്ലാഹുവേ, ഞാൻ സൂറത്തു നൂഹ് ഓതി, നിന്റെ സൂറത്ത് ഓതിയിട്ടുണ്ട്, നീ എനിക്ക് എൻ്റെ ആവശ്യം പൂർത്തീകരിച്ച് തരണം എന്ന് റബ്ബിനോട് ചോദിക്കുകയും ചെയ്താൽ സഹലല്ലാഹു ഖലാഅഹ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഖലാഇനെ എളുപ്പമാക്കി കൊടുക്കും. ആ സംഗതി അവൻ എളുപ്പമാക്കി കൊടുക്കും. റബ്ബ് എളുപ്പമാക്കി തരാന്ന് പറഞ്ഞാൽ നടത്തി തരുമെന്ന് അർത്ഥം. അള്ളാഹു എളുപ്പമാക്കി തരും എന്ന് പറഞ്ഞാൽ ആ സംഗതി അള്ളാഹു നിറവേറ്റി തരും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എന്ത് ചെയ്താൽ മതി, ദിവസവും മുടങ്ങാ ഈ 1.5 പേജുള്ള സൂറത്ത് പതിവാക്കുക. ഞാൻ ഈ പറയുന്ന സൂറത്ത് എല്ലാം കൂടെ നിങ്ങൾ ഓതണമെന്നല്ല പറയണത്. ഞാൻ ഈ പറയുന്ന സൂറത്തുകളൊക്കെ എല്ലാം ഒരുമിച്ച് ഓതണം എന്നല്ല. ഇതിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്നത്, ഇപ്പോൾ വലിയ സൂറത്ത് ഓതാൻ സമയമുള്ളവരാണോ വലിയ സൂറത്ത് ഓതിക്കോളി, ചെറുത് ഓതാനാണ് സമയമുള്ളെങ്കിൽ അങ്ങനെ ഓതിക്കോളി. മുടങ്ങാതെ എന്ത് ചെയ്യുക, പതിവാക്കി കൊണ്ടുനടക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കണം മറ്റൊരു സൂറത്താണ് സൂറത്തുൽ ഹദീദ്. സൂറത്തുൽ ഹദീദ് അധികം ആരും പറയാത്ത ഫളാഇല, അധികം ആരും ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ല. ഞാൻ ഇന്നലെ അത് അന്വേഷിക്കുന്ന കൂട്ടത്തിൽ, മുതാല ചെയ്യുന്ന കൂട്ടത്തിൽ കിട്ടിയതാണ്. സൂറത്തുൽ ഹദീദിന് ഒരുപാട് ശ്രേഷ്ഠതകൾ മഹത്വങ്ങൾ പറഞ്ഞതായി കാണാം. മുൻഗാമികൾ ഇമാമിങ്ങൾ പഠിപ്പിച്ചതായി കാണാം. സൂറത്തുൽ ഹദീദ് ലികുല്ലി മത്ലൂബിൻ, എല്ലാ തേടപ്പെടുന്ന വസ്തുക്കൾക്കുള്ളതാണ്. എന്ത് നമ്മൾ ആവശ്യമുണ്ടോ, നമ്മുടെ കൽബിൽ എന്ത് മുറാദുണ്ടോ ആ മുറാദ് പൂർത്തീകരിച്ച് കിട്ടാനുള്ളതാണ് സൂറത്തുൽ ഹദീദ് എന്നാണ് അതിന് പറയുന്നത് തന്നെ. അവരുടെ ആവശ്യം പൂർത്തീകരിച്ച് കിട്ടാൻ സൂറത്തുൽ ഹദീദ് മതിയെന്ന്.
കേവലം 3-4 പേജ് എന്തോ ഉള്ളൂ, 4 പേജിന് അടുത്തേ ഉള്ളൂ. ആ ഹദീദ് സൂറത്ത് അത് ഓതി നമ്മൾ ശീലമാക്കി കഴിഞ്ഞാൽ നമ്മുടെ പെട്ടെന്ന് ഓതി തീർക്കാൻ കഴിയും. നമ്മൾ യാസീൻ ഓതുന്നില്ലേ, യാസീനെക്കാട്ടി കൂടുതലുണ്ട്, പക്ഷേ നമ്മൾ യാസീൻ ഓതാറുണ്ട് സിമ്പിളായിട്ട്. നമുക്ക് യാസീൻ ഓതുന്നതിന് ഒരു വിഷമം തോന്നാറില്ല, കാരണം എന്തേ നമ്മൾ ഓതി ശീലമായുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ സൂറത്തുകളൊക്കെ എന്ത് ചെയ്യുക, ഖുർആനുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെ സുന്ദരമാണ് ഓതാൻ ഖുർആൻ്റെ ഓരോ സൂറത്തുകൾ. അപ്പോൾ എന്ത് ചെയ്യുക, സൂറത്തു ഹദീദ് ആരെങ്കിലും ഓതുകയാണ്, എങ്ങനെയാണ് ഓതേണ്ടത്? അത് ഓതാൻ ഒരു പ്രത്യേക സമയമുണ്ട്. നമ്മൾ വെള്ളിയാഴ്ച ദിവസമാണ് ഇനി തിരഞ്ഞെടുക്കേണ്ടത്. വെള്ളിയാഴ്ച ദിവസമാണ് സൂറത്തുൽ ഹദീദ് ഓതാൻ തിരഞ്ഞെടുക്കേണ്ടത്. ഞാൻ ഇന്ന് പറയാൻ കാരണം, ഇനി വരുന്ന വെള്ളിയാഴ്ചത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, അതിനുവേണ്ടി ഒരു സമയം മാറ്റിവെക്കാം. വെള്ളിയാഴ്ച ദിവസം ഫി ഖൽവത്തിന് ഒറ്റയ്ക്കിരുന്നിട്ട് ഓതി. നമ്മുടെ നിസ്കാരപ്പായയിൽ നമ്മൾ ഒറ്റയ്ക്കുള്ളൊരു സ്ഥലത്തിരുന്ന് എന്ത് ചെയ്യുക, നമ്മുടെ ബെഡ്റൂമിൽ നമ്മൾ ഒറ്റയ്ക്കിരുന്നിട്ട് ഓതാം. ആരുടെ ശല്യമൊന്നും ഇല്ലാതെ, ബാക്കിയുള്ള മക്കളൊക്കെ ഉണ്ട് അവരൊന്ന് അപ്പുറത്തേക്ക് ആക്കിയിട്ട് നമ്മൾ ഒറ്റയ്ക്കിരുന്നിട്ട് എന്ത് ചെയ്യാം, ഓതാം. ഇനി നേരത്തെ എഴുന്നേക്കാൻ കഴിയുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സുബഹി നിസ്കാരത്തിന് മുമ്പ് കുറച്ച് മുമ്പ് സമയം എന്ത് ചെയ്യുക, ഒരു തഹജ്ജുദിന് വേണ്ടിയിട്ടൊക്കെ ഒന്ന് എഴുന്നേക്കാൻ കഴിയുമെങ്കിൽ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആ സമയമൊക്കെ വലിയ ശ്രേഷ്ഠതയുള്ള സമയമാണ്. ആ സമയത്ത് എഴുന്നേറ്റിരുന്ന് അതാകുമ്പോൾ എല്ലാവരും ഉറങ്ങുന്ന സമയം, നമ്മൾ ഒറ്റയ്ക്ക് ഒരിടത്ത് മാറിയിരുന്ന ആരുടെ ശല്യം ഉണ്ടാവില്ല. ആ ഒറ്റയ്ക്കിരുന്നിട്ട് അവൻ മുത്തവജ്ജിഹൻ ലിനഹ്വൽ ഖിബ്ല, ഖിബ്ലയുടെ ഭാഗത്തേക്ക് തിരിച്ചിരിക്കുക, ഖിബ്ലയ്ക്ക് മുന്നിട്ടിരിക്കുക. നമ്മുടെ നിസ്കാരപ്പായിൽ തന്നെ ഇരിക്കുക. 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് ആ നിസ്കാരപ്പായിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ വലിയ ഫضലാണ്. ഇരുന്നിട്ട് എന്ത് ചെയ്യുക, അല വുദൂ, വുദൂ വേണം കേട്ടോ. ഇനി കാണാതെ അറിയുന്നവനാണ്, ഓതാൻ അറിയുന്നവനാണെങ്കിലും വുദൂഓട് കൂടിയിട്ട് ഓതുക. 5 ഓതുന്ന സമയത്ത് എന്നിട്ട് ഫൽയഖ്റഅഹ സൂറത്തുൽ ഹദീദ് അവൻ പാരായണം ചെയ്യണം. ഏത് ദിവസം, എല്ലാ ദിവസവും അല്ല, വെള്ളിയാഴ്ച ദിവസം. അപ്പോൾ പ്രത്യേക ഒരു ദിവസം അതിനായിട്ടൊരു സമയം മാറ്റിവെക്കാം. എത്ര തവണ ഓതണം? 7 മർറാത്തിൻ, ഒരു 7 തവണ. 7 തവണ ഓതണം. നമുക്ക് ഏകദേശം 1 ജിസു അല്ലെങ്കിൽ 3/4 ജിസു ഓതുന്ന ഒരു സമയം ഉണ്ടാവും. 3/4 ജിസു ഓതുന്ന സമയം ഉണ്ടാവില്ല, 7 തവണ ഓതി അത്രയും ഇതുണ്ടാവുള്ളൂ, നമുക്കിത് ഓതിയെടുക്കാൻ ഉണ്ടാവുള്ളൂ. അപ്പം ഒരു 7 തവണ ഈ സൂറത്തുൽ ഹദീദ് അവൻ പാരായണം ചെയ്തു വെള്ളിയാഴ്ച ദിവസം. ദൂനഖിതാഇൻ, മുറിയൽ കൂടാതെ, അതായത് ഒന്നിന് പിറകെ ഇപ്പോൾ ഒന്ന് ഓതി എന്നിട്ട് കുറേ സമയം വെറുതെ ഇരുന്നു, അല്ലെങ്കിൽ ഒന്ന് ചായ കുടിക്കാൻ പോയി, അല്ലെങ്കിൽ ബാത്റൂമിൽ പോയി, അങ്ങനല്ല. മറിച്ച് വൃത്തിയായിട്ട്, അതായത് എല്ലാം കഴിഞ്ഞ് വൃത്തിയായിട്ട് വന്നിരുന്ന് ഓതാനായിട്ട് തയ്യാറായിട്ടിരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു 7 തവണ അവൻ എന്ത് ചെയ്യുക, മുറിയാതെ ഈ സൂറത്തുൽ ഹദീദ് പാരായണം ചെയ്താൽ അതിനുശേഷം ഞാൻ ഈ പറയുന്ന ദുആയും എന്ത് ചെയ്യുക, സ്ക്രീനിൽ കാണുന്നുണ്ടാവും, നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കുക ഇൻഷാ അല്ലാഹ്. നിങ്ങൾ 7 തവണ ഓതിയതിനു ശേഷം, ഈ പറഞ്ഞ എല്ലാ സൂറത്തിന് ശേഷമല്ല, സൂറത്തുൽ ഹദീദിന് ശേഷം മാത്രം നിങ്ങൾ ചെയ്യേണ്ട ഒരു ദുആ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൈ ഉയർത്തിയിട്ട് അള്ളാഹുവോട് ചോദിക്കുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഇസ്സതിക യാ അസീസു വബിഖുദ്റതിക യാ ഖദീർ വബിഹിക്മതിക യാ ഹകീം വബിറഹ്മതിക യാ റഹ്മാൻ വബിമന്നിക യാ മന്നാൻ വഅൻ തഹ്ഫളനാ ബിൽ ഈമാൻ ഖായിമൻ ഖാഇദൻ റാകിഅൻ സാജിദൻ നായിമൻ യഖ്ളതൻ ഹയ്യൻ മയ്യിതൻ അലാ കുല്ലി ഹാൽ. أعوذ بالله من شر نفسي ومن شر كل ذي شر ومن شر شياطين الجن والإنس ومن شر كل دابة أنت آخذ بناصيتها إن ربي على صراط مستقيم وصلى الله على محمد وآله أجمعين. ഈ ദുആയും അവൻ അതിനുശേഷം പറഞ്ഞിട്ട് അവൻ്റെ ആവശ്യങ്ങൾ റബ്ബിനോട് പറയാം. അവൻ ഒറ്റയ്ക്കിരുന്നാവുമ്പോൾ ഒരല്പം കരയാൻ പറ്റുമെങ്കിൽ, കരച്ചിരി വരുന്നില്ലെങ്കിലോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് അങ്ങോട്ട് പഠിപ്പിച്ചതുപോലെ കരയാൻ ശ്രമിക്കുക. അവൻ ആംഗ്യമെങ്കിലും കാണിക്കുക കരയുന്നത് പോലെ. അങ്ങനെ ശ്രമിച്ച് അള്ളാഹുവിന് ഒരു തുള്ളി കണ്ണീര് നമ്മുടെ കണ്ണിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ, ആരും കാണിക്കാനല്ല, റബ്ബിന്റെ മുമ്പിൽ, അതാണ് ഒറ്റയ്ക്കിരിക്കാൻ പറഞ്ഞത്. റബ്ബിന്റെ മുമ്പിൽ ഒരു തുള്ളി കണ്ണീര് വന്ന് റബ്ബിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ തുള്ളിക്കാണ് നമ്മൾ ചെയ്ത സകല നന്മയെക്കാട്ടിലും ശ്രേഷ്ഠതയുള്ളത്. അള്ളാഹുവിന്റെ അടുക്കൽ ആ കണ്ണീർ തുള്ളിയും നരകത്തിലെ തീയും തമ്മിൽ ചേരൂല, നരകത്തിലെ പുകയും തമ്മിൽ ചേരൂല. മുത്ത് നബി തങ്ങൾ പഠിപ്പിച്ചതാണ്. അപ്പൊ അങ്ങനെ ഒരല്പം കരയാൻ കഴിയുമെങ്കിൽ എന്നിട്ട് റബ്ബിനോട് നമ്മുടെ ആവശ്യം പറയാം. റബ്ബേ, ഞാൻ ഈ ഓതിയത് നിന്റെ ഖുർആനാണ്, മഹാന്മാർ പഠിപ്പിച്ചു തന്നതാണ്. റബ്ബ്, എൻ്റെ ആവശ്യം ഇന്നതാണ്. എടുത്തു പറയുക എന്താണ് ആവശ്യം എന്നുള്ളത് റബ്ബിനോട് എടുത്തു പറഞ്ഞ് എനിക്ക് നീ പൂർത്തീകരിച്ചു തരണേ അല്ലാഹ്, നീ പൂർത്തീകരിച്ചു തരണേ അല്ലാഹ്, നീ പൂർത്തീകരിച്ചു തരണേ അല്ലാഹ്. ഇത് റബ്ബ് നമുക്ക് നടത്തി തരും, അള്ളാഹു സാധിപ്പിച്ചു തരും. ഇനി ഈ ആഴ്ച ചെയ്തു, പല ആളുകൾ ചില സങ്കടം പറയാറുണ്ട്, ഞാൻ ചെയ്തു നോക്കിയിട്ട് എൻ്റെ കാര്യം നടന്നില്ലല്ലോ എന്ന്. വിഷമം വിചാരിക്കരുത്, കാരണം ഇത് പഠിപ്പിച്ചത് മഹാന്മാരാണ്, അവരുടെ ജീവിതത്തിൽ അസർ കിട്ടിയിട്ടാണ് പഠിപ്പിച്ചത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും, നമുക്ക് കാര്യം നടക്കുന്നതുവരെ. നീ വെള്ളിയാഴ്ച ചെയ്തു, അടുത്ത വെള്ളിയാഴ്ച
വെള്ളിയാഴ്ചക്കുള്ളിൽ കാര്യം സാധിച്ചില്ല, എന്നാൽ അടുത്ത വെള്ളിയാഴ്ച വീണ്ടും ചെയ്യാം. അമലാണല്ലോ, ഇബാദത്താണല്ലോ, നമുക്ക് അതിനൊക്കെ കൂലി ലഭിക്കുകയാണല്ലോ. ഇവിടെ വെച്ച് ഇനി നമ്മൾ ചെയ്ത ദുആഇന് ഉത്തരം ലഭിച്ചില്ല എങ്കിൽ നാളെ മഹ്ശറിൽ നിൽക്കുന്ന സമയത്ത് ചില ആളുകൾക്ക് ഇങ്ങനെ അള്ളാഹു വാരിക്കോരി കൊടുക്കുന്ന കാണുമ്പോൾ അത്ഭുതപ്പെട്ടുകൊണ്ട് ആളുകൾ നോക്കും, എന്താണ് ഇവർക്ക് ഇങ്ങനെ കൊടുക്കാൻ കാരണം? അവരോട് പറയപ്പെടുന്നത് അവർ ദുനിയാവിൽ വെച്ച് കുറെ ചോദിച്ചിരുന്നു, ഞാൻ അവിടെ വെച്ച് കൊടുത്തില്ല, അപ്പൊ അവർക്ക് ഇവിടെ വെച്ച് കൊടുക്കുകയാണ്. അപ്പൊ ഈ കിട്ടിയ ആളുകളുണ്ട്, ദുനിയാവിൽ വെച്ച് ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച ആളുകൾ എന്ത് ചെയ്യും? അവിടുന്ന് ആഗ്രഹിക്കുമെന്നാണ് നബി തങ്ങൾ പഠിപ്പിക്കാൻ. റബ്ബേ, ഞങ്ങൾക്കും ദുനിയാവിൽ വെച്ച് ഒന്നും തന്നില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അപ്പൊ അള്ളാഹു നമുക്കിതൊക്കെ നൽകട്ടെ. നമുക്ക് ദ്വാരം നമ്മുടെ ആവശ്യങ്ങൾ, നമുക്ക് ഇടങ്ങേറുള്ള മുസീബത്തുകൾ, ബലാവുകളൊക്കെ അള്ളാഹു തട്ടി നീക്കി തരുമാറാകട്ടെ. അപ്പം ആവശ്യം പൂർത്തീകരിച്ച് കിട്ടിയില്ല എന്ന് കരുതിട്ട് നിങ്ങൾ വിഷമിക്കുകയൊന്നും ചെയ്യരുത്. ഒരാളുടെ കൽബിൽ വേദന ഉണ്ടാകരുത്. നമുക്ക് ചെയ്യാൻ പറഞ്ഞ സംഗതികൾ നമ്മൾ ചെയ്യാം. റബ്ബിനോട് ചോദിക്കുക. എത്ര ചോദിച്ചാലും മടുക്കാത്തവനാണ്, കേട്ടാലും മടുക്കാത്തവനാണ് അള്ളാഹു. അവനോട് ചോദിക്കുന്നത് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഈ സൂറത്തും ഈ ദുആയും എന്ത് ചെയ്യുക? വെള്ളിയാഴ്ച ദിവസം പ്രത്യേകം പരിഗണിക്കുക. ബാക്കിയുള്ള സൂറത്തുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ സൂറത്തു നൂഹ് സൂറത്തും അതുപോലെ തന്നെ സൂറത്തുൽ ഹശ്ർ സൂറത്തും, ഈ രണ്ട് സൂറത്തുകളും എല്ലാ ദിവസവും മുടങ്ങാതെ, ഹശ്ർ സൂറത്ത് 40 ദിവസം മുടങ്ങാതെ ഓതുക. നൂഹ് സൂറത്ത് നിങ്ങൾക്ക് എല്ലാ ദിവസവും പാരായണം ചെയ്യാം. എല്ലാ ദിവസവും ആവശ്യങ്ങൾ ഉള്ളിൽ വെച്ചുകൊണ്ട് പാരായണം ചെയ്യാം. മുടങ്ങാതെ കൊണ്ടു നടക്കാൻ പറ്റിയൊരു സൂറത്താണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനി പല ആളുകൾക്കും ആഗ്രഹം, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആളുകളുടെ ആഗ്രഹം കൽബിൽ ഉസ്താദ് മദീനത്ത് പോകണം, മക്കത്ത് പോകണം, ഹജ്ജ് ചെയ്യണം, ഉംറ ചെയ്യണം, ഇങ്ങനെയൊക്കെ പല ആഗ്രഹം. പക്ഷെ സാമ്പത്തികമായിട്ട് എന്തില്ല, ബുദ്ധിമുട്ടിലാണ്. ഹജ്ജ് ചെയ്യാന്നുള്ളത് ഒരു സാധുവായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ചിന്തിക്കാൻ പോലും കഴിയാത്ത സംഗതി ഇപ്പോഴത്തെ സാമ്പത്തിക നില വരച്ച്. എനിക്ക് ഹജ്ജിന് പോകാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഇപ്പം ലക്ഷക്കണക്കിന് രൂപ കെട്ടിവെക്കണം, എന്നാലേ എനിക്ക് പോകാൻ പറ്റുള്ളൂ. ലക്ഷക്കണക്കിന് രൂപ ഉണ്ടെങ്കിൽ എനിക്ക് പോകാൻ പറ്റുള്ളൂ, മുമ്പത്തെ മാതിരിയൊന്നുമല്ല. അപ്പോൾ എന്ത് ചെയ്യുക? ഈ ലക്ഷങ്ങൾ കൊടുക്കാൻ എൻ്റെ കയ്യിലില്ല. ഒരു വാടക വീട്ടിൽ താമസിക്കുന്നവനാണ്, അല്ലെങ്കിൽ തൊഴിൽ തന്നെ അന്നത്തെ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള വരുമാനം മാത്രമാണ് കിട്ടുന്നത്. അപ്പോൾ എനിക്ക് ഹജ്ജിന് പോകുക എന്നുള്ളത് എനിക്ക് ബാധ്യതയില്ല, ഫർദില്ല, പക്ഷെ ഒരു ആഗ്രഹമാണ്, ഹജ്ജ് ചെയ്യണം. അള്ളാഹു നമുക്കൊക്കെ ആ പുണ്യഭൂമിയിൽ പോയി ഹജ്ജ് ഉംറയൊക്കെ ചെയ്യാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. പുന്നാർ നബി തങ്ങളുടെ തിരു ഹളറത്തിൽ ചെന്നുകൊണ്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന് ഒരുപാട് തവണ സലാം പറയാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങൾക്ക് വലിയൊരു സുന്ദര അവസരം മഹാന്മാർ പഠിപ്പിച്ചു തരികയാണ്. സൂറത്തുൻ നബ അറിയോ നിങ്ങൾക്ക്? അമ്മ യതസാഅലൂൻ അനിൻ നബഇൽ അദീം الذي هم فيه مختلفون كلا سيعلمون ثم كلا سيعلمون തുടങ്ങിയ കേവലം 1.5 പേജ് മാത്രമേ ഉള്ളൂ സൂറത്തുൻ നബ. ഓതാൻ എത്ര സുന്ദരാന്നറിയോ, ഓതാൻ എത്ര എളുപ്പമാണെന്നറിയോ സൂറത്തുൻ നബ. കാണാതെ പഠിക്കാൻ എത്ര എളുപ്പമാണെന്നറിയോ സൂറത്തുൻ നബ. ലി അദാഇൽ ഹജ്ജ്, ഹജ്ജ് വീട്ടാനുള്ളതാണോ മഹാന്മാർ പഠിപ്പിക്കുക. ഹജ്ജ് ചെയ്യാനുള്ളതാണ് സൂറത്തുൽ നബ. അതായത് സൂറത്തുൻ നബ മുടങ്ങാതെ ഓതുന്നവന് ഈ ഒരു വർഷം അവൻ മുടങ്ങാതെ ഓതിയാൽ അടുത്ത കൊല്ലത്തെ ഹജ്ജിന് അവൻ മക്കത്തെത്തും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എൻ്റെ പ്രിയമുള്ള ഉമ്മമാര്, സഹോദരിമാര്, എനിക്ക് മക്കത്തും മദീനത്തും ഒന്ന് കണി കാണാൻ പോലും ഭാഗ്യം കിട്ടൂല എന്ന് വിചാരിച്ചിരിക്കുന്നവരൊക്കെ ഇല്ലേ? എന്നാൽ ഓതി തുടങ്ങിക്കോ. നിങ്ങൾക്ക് വീട്ടിൻ്റെ ഉള്ളറയിൽ ഇരുന്നു കൊണ്ട് സമ്പാദിക്കാൻ പറ്റും. എന്ത്? ഹജ്ജിന് പോകാനുള്ള മുതൽ നിങ്ങളുടെ വീടിൻ്റെ അകത്തളത്തിൽ, നിങ്ങളുടെ അടുക്കളയിൽ ഇരുന്നു കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ബെഡ്റൂമിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്ത് ചെയ്താൽ മതി? മൻ ദാവമ അലാ ഖിറാഅത്തി സൂറത്തുൻ നബ. ആരെങ്കിലും ഒരാൾ നിത്യമായി സൂറത്തുൻ നബ പതിവാക്കിയാൽ, അമ്മ യതസാഅലൂൻ എന്ന സൂറത്തുൻ നബ പതിവാക്കിയാൽ സനത്തൻ കാമില, ഒരു വർഷം, പൂർണ്ണമായ ഒരു വർഷം. അതായത് പൂർണ്ണമായ വർഷം എന്ന് പറഞ്ഞാൽ മുഹറം തൊട്ട് ദുൽഹജ്ജ് വരെ എന്നല്ല കണക്ക്, മറിച്ച് കാമിലായ വർഷം 12 മാസക്കാലം മുടങ്ങാതെ. ഇപ്പൊ ഇന്ന് ജമാദുൽ ഉഖ്റയാണ് എങ്കിൽ ജമാദുൽ ഉഖ്റ 1 കരുതുക, ഉദാഹരണം പറയാണ്. ജമാദുൽ ഉഖ്റ ഇന്ന് 1 കരുതുക. എന്നാൽ ഇന്ന് തുടങ്ങിയാൽ അടുത്ത ജമാദുൽ ഊല 30 അല്ലെങ്കിൽ 29 പൂർത്തിയാകുന്നത് വരെ ഒരാൾ സൂറത്തുൻ നബ മുടങ്ങാതെ, ഞാൻ ആ കൂട്ടത്തിൽ പറയുകയാണ് എൻ്റെ ഉമ്മമാർ, പ്രിയപ്പെട്ട സഹോദരിമാർക്ക്, അവർക്ക് ഇടയ്ക്ക് മുടങ്ങുന്ന ദിവസങ്ങളുണ്ടല്ലോ, അത് നിങ്ങൾ വിട്ടേളി, അത് കൂട്ടേണ്ട ആവശ്യമില്ല. അതെല്ലാം ഒഴിവാക്കിയിട്ട്, ആ ദിവസങ്ങൾ ഒഴിവാക്കിയിട്ട് ശുദ്ധിയുള്ള അവരുടെ ഒരു വർഷക്കാലം അവർ ഓതുകയാണെങ്കിൽ, അവർക്കും പുരുഷന്മാരാ ഒരു വർഷക്കാലം ഓതുകയാണെങ്കിൽ അവർക്കും തൊട്ടടുത്ത് വരുന്ന വർഷം, ആ തൊട്ടടുത്ത് വരുന്ന ദുൽഹജ്ജ മാസത്തിൽ പരിശുദ്ധ മക്കത്തെത്താൻ കഴിയുന്നതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇതെന്റെ വാക്കല്ല പറയുന്നത്, മഹത്തുക്കൾ നമ്മെ പഠിപ്പിച്ചു തരികയാണ്. സനത്തൻ കാമിൽ, ഒരു വർഷം പൂർത്തിയാക്കി സൂറത്തുൻ നബ ഓതുകയാണെങ്കിൽ മറത്തൻ വാഹിദ, ഒരൊറ്റ തവണ ഓതിയാൽ മതി. ജീവിതത്തിൽ ആ ദിവസത്തിൽ ഒരൊറ്റ തവണ വീതം ഓതിയാൽ കുല്ല യൗമിൻ, എല്ലാ ദിവസവും മുടങ്ങാതെ അവൻ ഓതുക, ഓരോ തവണ ഓതുക. എന്നാൽ റുസിഖൽ ഹജ്ജു ഫിസ്സനത്തി സാനിയ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ അല്ലെങ്കിൽ അവളെ ഹജ്ജ് നൽകപ്പെടും. അവന് ഹജ്ജ് എന്ത് ചെയ്യും? ഹജ്ജിനുള്ള അവസരം നൽകും. ഫിസ്സനത്തി സാനിയ, വരുന്ന വർഷത്തിൽ, അടുത്ത വർഷത്തിൽ എന്ത് ചെയ്യും? ഹജ്ജ് ചെയ്യാനുള്ള അവസരം അല്ലാഹു നൽകും.
അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾ അവിടെ എത്തിച്ചേരുമാറാകട്ടെ. അല്ലാഹു അവിടെ എത്തിച്ചേരുമാറാകട്ടെ. ഒരുപാട് മഹത്തുക്കൾ ഈ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. ഈ ഒരു റിപ്പോർട്ട് ചെയ്ത ഈ സൂറത്തിന്റെ മഹത്വം പറഞ്ഞെടുത്ത് ഒരുപാട് മഹത്തുക്കൾ പറയുന്നുണ്ട്. ഒരു വർഷക്കാലം അവൻ ഓതിയാൽ ഹജ്ജ് ചെയ്യാൻ സാധിക്കുമെന്ന്. ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ? സമ്പത്തില്ല എന്ന് വിഷമം പറയരുത്. കാരണം ഏറ്റവും വലിയ സമ്പത്ത് പരിശുദ്ധ ഖുർആൻ നമ്മുടെ കയ്യിലുണ്ട്. ഏറ്റവും വലിയ ധനം ഖുർആൻ നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ കൊണ്ടു നടക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളെല്ലാവരെയും അള്ളാഹു പരിശുദ്ധ ഭൂമിയിൽ എത്തിച്ചേരുമാറാകട്ടെ. എല്ലാ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി തരുമാറാകട്ടെ. ഈ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിച്ചു കൊടുക്കുക. നമ്മുടെ മുഅ്മിനീങ്ങളായ നമ്മുടെ കുടുംബത്തിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുക. അവർക്കൊക്കെ ഈ ഒരു അവസരം കിട്ടട്ടെ. അവർക്കൊക്കെ ഈ ഒരു എൽമ് കിട്ടട്ടെ. അവർക്കൊക്കെ നാളെ പുണ്യഭൂമിയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ മുഖേനയാണ് അവിടെ എത്തുന്നതെങ്കിൽ ഇവിടുന്ന് കിട്ടുന്ന പോലല്ലോ. പരിശുദ്ധ ഭൂമിയിൽ പോയി കഴിഞ്ഞാൽ ആ മക്കത്തും മദീനത്തൊക്കെ അവർ ചെയ്യുന്ന ഓരോ ഇബാദത്തുകൾക്കും 1,00,000 കൂലിയാണ്. ഒരു നിസ്കാരത്തിന് 1,00,000 നിസ്കാരത്തിന്റെ കൂലി. ആ നിസ്കാരത്തിന്റെ കൂലിയൊക്കെ നമ്മുടെ അക്കൗണ്ടിലേക്കും വരും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ്. അപ്പോൾ അവരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുക. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ദുആ വസിയത്ത് ചെയ്ത് കമന്റുകളായി ഒരുപാട് ആളുകൾ, ഒരുപാട് ഉമ്മമാർ, സഹോദരിമാരൊക്കെ നമുക്ക് കമന്റ് അയച്ചിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. വിഷമങ്ങളൊക്കെ അള്ളാഹു തീർത്തു കൊടുക്കുമാറാകട്ടെ. ഈ ദുനിയാവിൽ ഞങ്ങൾ ഇതുപോലെ സന്തോഷത്തോടെ ഒരുമിച്ചതുപോലെ നാളെ ആഖിറത്തിൽ പുന്നാർ നബിതങ്ങളോടൊപ്പം അള്ളാഹു നമ്മയൊക്കെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. മറ്റൊരു അവസരത്തിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.